അനുഗ്രഹത്തിൻ അധിപതിയേ അനന്തകൃപ പെരുന്നതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ചത്തും കെട്ടും ഇത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും, ഇങ്ങനെ നശിഞ്ഞ് നാറാണക്കല്ലും പിറക്കി നടക്കാൻ ദൈവത്തിൻ്റെ പൈതലാണ് നീ. അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് ആ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറയണത്. പക്ഷേ എങ്ങനെ പുനഃസ്ഥാപിക്കുമെന്ന് പറയണത്? അനുസരിച്ച പോലെ. യേശയ്യാ 1:19 അനുസരിച്ചാൽ പറഞ്ഞേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതിനുശേഷം നഷ്ടപ്പെട്ടു പോയ എല്ലാ സംഭവവും. ഈ കേസ് തന്നെ നമ്മൾ ആദ്യം എടുത്ത കേസ് എടുക്കാമല്ലോ. ഈ കേസിൻ്റെ പ്രത്യേകത ഡിൻസി പറയണത്, ഞങ്ങൾ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു ഇന്ന് മണ്ടത്തരാണ് കാണിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യരുത്, കാശ് പോകാൻ വെറുതെ എന്തിനാ, ആര് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യാൻ, ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതിനൊന്നും ആർക്കും മറുപടിയില്ല. ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് എങ്ങനെ തോന്നി? 100 കൊല്ലമായിട്ട് കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് എങ്ങനെ തോന്നി? ആരും നിങ്ങളോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കണം. പക്ഷേ അതിനൊന്നും അവർക്ക് മറുപടിയില്ല. പക്ഷേ ആന്തരിക ഒരു ബോധ്യമുണ്ട്. മനുഷ്യൻ്റെ മറുപടിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ആന്തരിക ബോധ്യമുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് വെള്ളം തരാൻ പോകുന്നു എന്നുള്ളത്. അവർ കുഴിച്ച് വെള്ളമില്ല, പരപരോടെ. അപ്പോൾ ഇവർ ഡിൻസെന്ന് വെച്ചാൽ പോയി ഉപ്പ് കൊണ്ടുവന്നിട്ട് കുഴിക്കളറിൻ്റെ കത്തേക്കിട്ട്. ഉപ്പെന്ന് പറയുമ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഇടാൻ. കാര്യം ഉപ്പ് വിശ്വസ്തതയുടെ അടയാളമാണ്. നിങ്ങൾ തമ്മിലുള്ള എവർലാസ്റ്റിംഗ് കവനൻ്റ് അല്ലേ, വിശ്വസ്തയുടെ അടയാളമാണ്, പ്രിസർവേറ്റീവാണ്. നിൻ്റെ ഉടമ്പടിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഉപ്പാണ്. വിശ്വസ്തത എന്ന് പറയുന്നതാണ് ഉപ്പ്. ഈ വിശ്വസ്തയുടെ അടയാളമായിട്ടാണ് ഉപ്പ് തരണത്. അപ്പോൾ ഇതുകൊണ്ട് ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു. ഇടുമ്പോൾ അവർക്കൊരു ഐഡിയ വന്നു. എന്താണെന്നറിയുക? കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പാറപ്പുറത്ത് വെക്കുക. അടുത്ത ഐഡിയയാണ്. ഈ ഐഡിയയൊക്കെ നമുക്ക് വിശ്വാസിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, അല്ലേ? വിശ്വാസം എല്ലാവർക്കും മനസ്സിലാകുക. പിന്നെ മാതാവിൻ്റെ രൂപം കൊണ്ട് പാറപ്പുറത്ത് വെച്ച് ഇല്ലാത്ത വെള്ളം എങ്ങനെ ഉണ്ടാകുന്നവർ ചോദിക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, നീ പോകുമ്പോൾ ദൗത്യമായിട്ട് പോകുമ്പോൾ ആരെയും അഭിവാദനം ചെയ്യരുതെന്ന് പറയും. കർത്താവ് കൊടുക്കുന്ന നോട്ടാണത്. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആന്തരിക ബോധ്യം കിട്ടിയാൽ ഇത് പാപികളുമായിട്ട് ഷെയർ ചെയ്യരുത്. പാപികളെ നമുക്ക് ആരെയും വിധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തെ അംഗീകരിക്കാത്ത ആൾക്കാരും പ്രാർത്ഥനയെ ജീവിക്കാത്ത ആൾക്കാരുമായിട്ട് നിൻ്റെ ആധ്യാത്മികത നീ ഷെയർ ചെയ്യരുത്. ഞാൻ ഉടമ്പടി എടുത്ത കാലത്ത് ആരോടും പറയത്തില്ല ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നൊന്നും പറയത്തില്ല. അമ്മ എനിക്കുന്ന ബോധ്യമാണ്. ഞാൻ പറയും കാത്തിരുന്ന് കാണാം എന്നത് മനസ്സിൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ 10,000 ഹേ ഗ്രേഡ് സാക്ഷ്യം 10,000 സാക്ഷ്യം 30,000 ഉണ്ട്. അതല്ല, എ ഗ്രേഡ് എന്ന് പറഞ്ഞത് പക്ക ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളായിട്ട് മാത്രം. മേജറാണ് എല്ലാം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മേജറായിട്ടുള്ള സംഭവങ്ങൾ. മേജർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അവർ താമരശ്ശേരി ഇടവകയാണ്. താമരശ്ശേരി നമ്മുടെ ഇതിലേ ഉണ്ടത്. അതായത് അവരുടെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അതൊരു മേജർ സബ്ജക്റ്റാണ്. കാര്യം ഇവരുടെ വിഷയം എന്ന് വെച്ചാൽ അവിടെ ഒരു മറിപ്പുഴ അങ്ങനെ എന്തോ സാധനമുണ്ട്. ആ പുഴയിൽ ഒരു ജലവൈദ്യുത പദ്ധതി ഗവൺമെൻറ് അനൗൺസ് ചെയ്തായിരുന്നു 17 വർഷം മുമ്പ്. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം അറിയാമല്ലോ, പദ്ധതി വന്നാൽ അനൗൺസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെന്താ കുഴപ്പം? അവർ സ്ഥലം എടുക്കത്തുമില്ല, നമുക്കത് വിൽക്കാനും പറ്റത്തില്ല, പിന്നെ അതിന് വിലയും കിട്ടത്തില്ല, അത് ഫ്രീസായി പോകും. അത്രയും സ്ഥലം 27 കുടുംബങ്ങളുടെ സ്ഥലമാണ് മറിപ്പുഴ ഫ്രീസായി പോയിരിക്കുന്നത്. 27 കുടുംബങ്ങൾ. എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? അതൊരു ബലം കൂടാണ്. ഗവൺമെൻറ് ഇത് പദ്ധതി അനൗൺസ് ചെയ്തിട്ട് 17 കൊല്ലമായി. സർവേയൊക്കെ നടത്തി ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ കുറ്റിയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? അനക്കമില്ല. അനക്കമില്ല വന്നപ്പോൾ എന്ത് ചെയ്ത്? ആൾക്കാർ എപ്പോഴായാലും ഗവൺമെൻറ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 3 ലക്ഷം രൂപ ആണ് അതിൻ്റെ ഒരു ഏക്കറിന് സ്ഥലം. അവിടെ ഒരു സെൻറ്ററിനല്ല, 3 ലക്ഷം രൂപ ഒരു ഏക്കറിനാണ്. അതിനാണ് അന്ന് എഗ്രിമെൻ്റ് ആയത്. ഈ ഒരു ഏക്കറിന് 3 ലക്ഷം രൂപ മലമുകളിലാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ആൾക്കാരെല്ലാം അവിടെ നിന്ന് 27 കുടുംബങ്ങളിൽ 10 താഴേക്ക് ഇറങ്ങി വന്ന് താഴ്വരങ്ങളിൽ പോയി 2-3 സെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് താമസിക്കും. ചില ആൾക്കാർ വാടകയ്ക്ക് പോയി. കാര്യം ഇവിടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എന്താ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഗവൺമെൻറ് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്ത്, അതാണ് സംഭവം. ഈ ആൾക്കാർക്ക് അവിടെ താമസിക്കാതെ 27 കുടുംബങ്ങളെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ 5-6 കുടുംബങ്ങളെ അവിടെ ഉള്ളൂ. അത് കാരണം പഴയ കാട്ടുപന്നി അതുപോലെ തന്നെ പുലിയൊക്കെ കയറാൻ തുടങ്ങിയതിൻ്റെ അടുത്ത്. കാര്യം എന്താ? കാടായില്ലേ, ആൾക്കാർ പോകുന്നില്ലേ? ഒരു ദുരന്തം വന്ന വഴികളാണ്. അപ്പോൾ ആ 6 പേരുടെ കൂട്ടത്തിൽ ഒരു ചേട്ടത്തി വന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മേ ജീവിതം തീർന്ന്, ഇറങ്ങാനും പറ്റുന്നില്ല, അവിടെ താമസിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇറങ്ങാനും പറ്റത്തില്ല, അവിടെ നിന്ന് ഇറങ്ങാനും പറ്റണില്ല, എവിടെ പോകാനാ? അവിടെ താമസിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ അവരൊന്ന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷീസ് ഇൻസ്പിരിറ്റഡ്.
അപ്പോൾ ഉടമ്പടി കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചങ്കെ കൊണ്ടാണ് കൃത്യമായിട്ട് ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അല്ലെങ്കിൽ പ്രസൻസ് ഒന്നും, ഉടമ്പടിയുടെ മെയിൻ സമം പ്രസൻസാണ്, സാന്നിധ്യമാണ്. ഐ വിൽ കം വിത്ത് യു എന്നല്ലേ പറയണത്. അതാണ് പുറപ്പാടിൻ്റെ 33:14, ഞാൻ നിൻ്റെ കൂടെ വരും. ഇവർക്ക് ഉടനെ ഒരു ആവേശമുണ്ടായി ഉടമ്പടി ചെയ്തോടുകൂടി. ഇവർ നേരെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് വെച്ച് അമ്മയോട് പറഞ്ഞല്ലോ അണക്കെട്ടിലെ കാര്യം പറഞ്ഞു. അണക്കെട്ടൊന്നുമില്ല, ഇപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റ് കളഞ്ഞു. ഉടനെ ഇവർ ചെന്ന് വെച്ചും ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കിതുപോലെ ദൈവത്തിൻ്റെ ശക്തി ആവേശം ഉണ്ടായി. ഇവർ വീട്ടിൽ ചെന്ന് വെച്ചും അപ്പം മകൻ പറഞ്ഞു, എടാ മുഖ്യമന്ത്രി വിളിക്കടാന്ന് പറഞ്ഞു. ഒരു വിഷയത്തിൻ്റെ പോക്കുണ്ട്, അതിൻ്റെ എടാ മുഖ്യമന്ത്രി വിളിച്ചടാന്ന് പറഞ്ഞു. ഉടനെ എന്തിനാണ് അമ്മേ? അല്ല ഈ സ്ഥലം എടുക്കുകയില്ലെന്ന് അറിയാൻ വേണ്ടിയാണ്, പ്രോജക്റ്റാണ്. അപ്പോൾ അവർ ആ പഴയ ആൾക്കാർ തന്നെയാണ് അവരെ, പക്ഷേ ഇപ്പോൾ അവർ ആളിൻ്റെ ഒരു സ്റ്റേച്ചറങ്ങോട്ട് മാറി, ലെവല് മാറി ആളിൻ്റെ. ഉടനെ മുഖ്യമന്ത്രിനെ വിളിച്ച് മകൻ, അമ്മയുടെ ഒരു കമാൻഡ് പോലെയല്ലേ വിളിച്ച്. പിണറായി വിജയൻ സാർ എടുത്തില്ല, മുഖ്യമന്ത്രിമാരെ എടുക്കത്തില്ലല്ലോ സാധാരണ. പക്ഷേ ഉടനെ ചെടുത്തി വിടത്തില്ല. ചേച്ചി പറഞ്ഞടാ വകുപ്പ് മന്ത്രിനെ വിളിക്കാൻ പറഞ്ഞു. വകുപ്പ് മന്ത്രി ആരാണ്? അന്ന് മണിസാറാണ് വകുപ്പ് മന്ത്രി. വകുപ്പ് മന്ത്രി വിളിച്ചപ്പോൾ തന്നെ അങ്ങനെ എടുത്ത് ഫോൺ. എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പിള്ളേർ പറഞ്ഞ് ഞങ്ങൾക്ക് ചില തീരുമാനം വല്ല ഉണ്ടാ? ഇവിടെ ഞങ്ങൾ തീരാനായില്ല ആൾക്കാർ, 6 ഇവിടെ ഉള്ളു, ബാക്കിയെല്ലാം ഇപ്പോൾ പഴയതുപോലെ കാർഡായി. ഒന്നെങ്കിൽ ഗവൺമെൻറ് എടുത്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, നിങ്ങൾ വന്ന് എന്നെ കാണാൻ പറയും. അപ്പോൾ കോവിഡാണെങ്കിൽ ഭയങ്കര ശക്തം. അപ്പോൾ കോവിഡ് ശക്തമായത് കാരണം സാറേ ഞാനെങ്ങനെ വരാനാണ്, വന്നാൽ തന്നെ സാറിനെ കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞ് 2 പേരെ വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യാനാണ് മനസ്സാറ് പറയണത്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ഹൗസ് വൈഫാണ്, എനിക്കിതൊന്നും അറിയാൻ പാടില്ലെന്ന് പറയും. ഇതാണ് വിഷയം എന്ന് പറയണത്. കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. പക്ഷേ അവരെത്ര മണിമണിയായിട്ടാണ് പറയണത്. നിങ്ങൾ ന്യായാധിപന്മാരുടെ സംഘത്തിൽ എത്തുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ചുറക്കാതിരിക്കുക, സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുമെന്ന് ഈശോ പറഞ്ഞില്ല. കൈയിടിച്ച് കിടത്ത് ആരും ശ്രദ്ധിക്കട്ടെ. എല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 പേരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞ 2 പേരെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പഴയ കൺവീനറും വേറെ ആളെയും കൂടി നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട്. അപ്പോഴേ എന്നെ അവിടെ ചെന്ന ഉടനെ മന്ത്രി ഇതിൻ്റെ ആൾക്കാരെ വിളിപ്പിച്ചു. ചെയർമാനാണ്, പ്രോജക്റ്റ് ചെയർമാനെ വിളിപ്പിച്ചു. അപ്പോൾ ചെയർമാൻ ഇവരുടെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം ഗവൺമെൻറ് അവോയ്ഡ് ചെയ്താണ്, ഒഴിവാക്കിയതെന്ന്. അപ്പോൾ അവർ പറയും കരുത് ഫ്രിഡ്ജായി പോയില്ലേ, എന്തുമാത്രം നഷ്ടമാണ് ജീവനഷ്ടം. അപ്പോൾ ഉടനെ മനസ്സാരി ചെയർമാനോട് പറയും ഇവർ കോടതി പോയാൽ ഞാൻ ഇവിടെ കൂടെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ചെയർമാന് പൊള്ളും, കാര്യം മനസ്സിലാകും. അതോടുകൂടി 72 മണിക്കൂറിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയും എഴുതി ഒപ്പിട്ട് 1 സെൻറ്റിന് 30 ലക്ഷം, 1 ഏക്കറിന് 3 ലക്ഷം വരുന്നില്ല, അത് 37 ലക്ഷമാക്കി ഉയർത്തി ആ സാധനം എടുത്ത് മാറ്റും. ഇത്രയും സ്പീഡാണിത്. ഇത് ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ളത് 2 ഫീച്ചർ. ഒന്ന് ഇതിൻ്റെ പ്രസൻസാണ്. ബൈ പ്രസൻസ് നമുക്ക് ആ ചേച്ചിക്ക് പ്രസൻസ് ഫീൽ ചെയ്തില്ലേ. അവരെ പണ്ട് ഒരു ഹൗസ് വൈഫാണെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. അവരെ കൊണ്ടാണ് ഈ പണി മുഴുവൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്നത് മേജർ പ്രോജക്റ്റാണ്. ഇതിൻ്റെ ടൈം ഷോട്ട് വരണം കണ്ടില്ലേ. ടൈം ഷോട്ടാണ് ഉടമ്പടി 2ാമത്തെ ഒരു ഫീച്ചർ. വിതിൻ നോ ടൈം 17 കൊല്ലം ഡാഗ് ചെയ്ത് കിടന്ന സംഭവമാണ് 7 ദിവസത്തിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ആകുന്നത്.
ഇത്രയും സ്പീഡാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് തന്നെയാണ് ഉടമ്പടി മുഴുവനും. നിങ്ങൾ സാക്ഷി നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മൾ അത്ഭുതമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അപ്പുറത്തുള്ള സംഭവമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കും. പക്ഷേ എനിക്കുള്ള ഒരു ഉത്കണ്ഠ എന്ന് പറയണത് എന്താണ്, ദൈവം പാലിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? അതായത് ദൈവം ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എപ്പോഴും പറയണത് ജാഗ്രതയാണ് ദൈവത്തിനുള്ളത്. ജാഗ്രത. ഈ ജാഗ്രത നമുക്കും ഉണ്ടാകണം. ഉടമ്പടിക്ക് ദൈവത്തിന് ഉടമ്പടിയെക്കുറിച്ചുള്ള ജാഗ്രതയാണ്. അതിന് ഈ പ്രവാചകന്മാരൊക്കെ വിടുന്നില്ലേ? പ്രവാചകന്മാരൊക്കെ വിടുമ്പോൾ ഇപ്പം ജെറമിയായോട് ദൈവം ചോദിക്കുമേ, അപ്പോൾ ജെറമിയാക്കൊരു ദർശനം കിട്ടും. ജെറമിയായ്ക്ക് ഈ പ്രവാചകന്മാർക്കെല്ലാം കിട്ടുന്നത് കവനൻ്റൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് കിട്ടുന്നത്, അതിൻ്റെ വിഷനാണ് കിട്ടുന്നത്. അപ്പോൾ ജെറമിയ ഒരു ദർശനം കാണും. അപ്പോൾ ദൈവം ചോദിക്കുമേ, ജെറമിയ വാട്ട് യു സേ? അപ്പോൾ ജെറമിയ പറയും, ജാഗ്രതാ വൃക്ഷം, ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നെന്ന് പറയും. ജാഗ്രതാ വൃക്ഷം. അപ്പോൾ ജെറമിയ 1:11 ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നു. അപ്പോൾ ജാഗ്രതാ വൃക്ഷം എന്ന് പറയുന്നത് എന്താ? ബദാമാണ്. ബദാമിനാണ് ജാഗ്രതാ വൃക്ഷം എന്ന് പറയുന്നത്. കാര്യം ബദാമിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ബദാമില്ലേ, അതിനൊരു വലിയ മരമാണത്. 30 മീറ്റർ നീളമുള്ള ഉയരമുള്ളൊരു മരമാണത്. അപ്പോൾ ഇത് വസന്തം വരും മുമ്പ് ആദ്യം പൂക്കണ മരം ബദാമാണ്. അതാണ് അപ്പോൾ ജാഗ്രത, മുന്നറിയിപ്പാണ്. വസന്തം വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. ബദാം പൂക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറയും വസന്തം വരാൻ പോകുന്നു. അതാണ് ജാഗ്രത. അതിനാണ് ബൈബിളിൽ ജാഗ്രതാ വൃക്ഷം. അപ്പോൾ ജെറമിയായോട് ചോദിക്കാം, നീ എന്താ കാണുന്നത്? ഞാൻ ജാഗ്രതാ വൃക്ഷം കാണുന്നു. എന്നിട്ട് പറയും, അപ്പം ദൈവം പറയും, ഞാനും എൻ്റെ ജനത്തോട് അവരോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ജാഗ്രതയുണ്ടെന്ന്. യുസേ മനസ്സിലായില്ലേ? പോയിൻ്റ് മനസ്സിലായില്ലേ? നിങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ മേൽ ജാഗ്രതയുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്കും ജാഗ്രത ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയെക്കുറിച്ച് അങ്ങയെപ്പോലെ അങ്ങയോട് ചെയ്ത ഉടമ്പടി പ്രകാരം എനിക്കും ജാഗ്രത തരണമേ. ശ്രുതികട്ടെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായിത്തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായിത്തീർന്നിടും. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് തന്നെ ഡെൻസിക്ക് സംഭവിക്കുന്നത്. ഈ ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ അവൾക്കൊരു ഐഡിയ കിട്ടും. എന്താ ഐഡിയ? കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പാറയുടെ പുറത്ത് വെക്കുക, എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുക. അപ്പോൾ ഇതിങ്ങനെ കുഴക്കിടക്കെ കുഴിക്കുന്നുണ്ട്, ഒരു കഥയില്ല. എന്താ പറയുക, ഡിസ് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വെള്ളം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലത്. വെള്ളത്തിൻ്റെ സ്വരം കേൾക്കാം ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴേ. പക്ഷേ വെള്ളം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ നാട്ടുകാരെന്ന് വെച്ചാൽ പറഞ്ഞേ, ഈ വെള്ളം ആ കുഴക്കിടലൂടെ താഴേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. വെള്ളവും കിട്ടത്തില്ല, കാശും കുറേ പോകണ്ടേ, കുറേ കാശ് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിൽ നിന്ന് പറയുന്നു, നമ്മൾ ഈ വിഷയത്തിൽ വിജയിക്കുമെന്ന്. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബൈപ്പേഴ്സൺ പ്രസൻസ് കാണാൻ പറ്റത്തില്ല. ചിലക്ക് തണുപ്പ് അനുഭവിക്കുന്നു, ചിലക്ക് തണുപ്പാണ് അനുഭവിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്കും സ്മെല്ല് വരും. പക്ഷേ ചിലർക്ക് ഒന്നും വരത്തില്ല. ചിന്തയിൽ ഇങ്ങനെ ആന്തരിക ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ആന്തരിക ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻസ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് ഒരു ആന്തരിക ധൈര്യം, ആത്മധൈര്യം. അപ്പോൾ നിങ്ങൾ പറയും, ഇപ്പം എല്ലാവരും ഓ പോയാ തെറ്റാ ശരിയായി. പക്ഷേ ആന്തരിക ധൈര്യത്തിൽ പറയും, ഇല്ല ഇത് ശരിയാവും എന്ന് പറയാമെന്ന് വെച്ചാൽ
ഇപ്പം ചെറിയ ഡോക്ടർ പറയത്തില്ലേ, ഇത് കളയണം കേട്ടോ, ഇത് കളയണം ഈ കൊച്ചിനെ, ഇതിന് കണ്ണുമില്ല, ചെവിയില്ല, ഹൃദയമില്ല എന്നൊക്കെ പറയും. അപ്പോഴും ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ 5-ാം മാസക്കാരത്തിയുടെ 3 സ്കാനിങ് കഴിഞ്ഞേ ഇത് ഇവിടെ പറയും, ഇല്ല ഡോക്ടറെ ഇത് കളയത്തില്ല, ഇത് അമ്മ തന്ന ഉടമ്പടി കുഞ്ഞാണ് എന്ന് പറയും. എന്താ കാര്യം? ഇത് ആന്തരിക ബോധ്യമാണ്. അവർക്ക് ആന്തരിക ബോധ്യം. ആ കൊച്ചിൻ്റെ ഹൃദയമില്ല അതിനെ. അവൾ 5 മാസം ഗർഭിണിയാണ്, 3 സ്കാനിങ് കഴിഞ്ഞ്. പക്ഷേ ഡോക്ടർ പറയും ഇതെന്ത് മണ്ടത്തരെ കാണിക്കണത്, ഇത് ഓട്ടിസം ആയിരിക്കും ജനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയും, ഇല്ല ഡോക്ടറെ ഇത് അമ്മ തന്ന കുഞ്ഞാണ്, ഇനി അങ്ങനെയാണ് അമ്മ ഇഷ്ടമെങ്കിൽ ഞാനത് ഏറ്റെന്ന് പറയും. പക്ഷേ ഇവർക്ക് ആന്തരിക ബോധ്യം. ഈ ആന്തരിക ബോധ്യം എഴുതിവിട്ട പരീക്ഷയായാലും നീ ജയിക്കുമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയാൽ അത് പ്രസൻസാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? സാന്നിധ്യം. ഉടമ്പടിയുടെ ഒരു ഓഫറിംഗ് ആണ്. ഓഫർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓഫർ എന്നല്ലേ പറയണത്. അപ്പോൾ ഉടമ്പടിയുടെ ദൈവം തന്നൊരു ഓഫറാണ്, ഐ വിൽ കം വിത്ത് യു. പക്ഷേ കം വിത്ത് യു എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ വരും. പക്ഷേ നിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ബൈ പേഴ്സൺ ഇങ്ങനെ ആളായ്മയായിട്ട് വരണമല്ല പ്രശ്നം. എന്താണ്? നിനക്ക് ആന്തരിക ബോധ്യം വരും. ആന്തരിക ബോധ്യം എന്ന് പറയുന്നത് എന്താണ്? കൊടുങ്കാറ്റിൽ കർത്താവ് ഏലിയയുടെ ദർശനം കണ്ടിട്ടില്ലേ? ആദ്യം കൊടുങ്കാറ്റ് വന്നു, പിന്നെ അഗ്നി വന്നു. അഗ്നി കഴിഞ്ഞിട്ട് അഗ്നിയിൽ കർത്താവിലായിരുന്നു. പിന്നെ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയോട് ചോദിച്ചു, ഏലിയ വാട്ട് യു ആർ ഡൂയിങ്? ഞാൻ അങ്ങേക്കുറിച്ചുള്ള തീഷ്ണതയെ ജ്വലിക്കുകയാണെന്ന് പറയും. അപ്പം മൃദുസ്വരത്തിലൂടെയാണ് ആ സാന്നിധ്യം വരണത്. വലിയ കാറ്റും കോളും ബഹളമായിട്ട് വരുന്നില്ല. അപ്പം ചില സമയത്ത് ആൾക്കാരെല്ലാം നമുക്കെതിരെ നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇപ്പോൾ ഡോക്ടർ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ 3 മാസം കൊണ്ട് എല്ലാവരെയും അറിയിക്കാം, 3 മാസം കൂടി ആൾ ജീവിച്ചിരിക്കത്തുള്ളൂ, ബന്ധുക്കളൊക്കെ അറിയിക്കാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇവരെന്താണ് ചെയ്യണത്? ഇവർ ഉടമ്പടി തൈലം കൊണ്ടുപോയി ആ വ്യക്തിക്ക് നെഞ്ചിലും വയറിലും തേക്കുകയാണ് ചെയ്യണത്. എന്താണ്? അവർക്ക് ഈ മൃദുസ്വരമുണ്ട് ഉള്ളിൽ നിന്ന്. അവർ കൊച്ചച്ഛനാ വിളിക്കണം. ആ സാക്ഷി നിങ്ങൾ കേട്ടില്ല, 65,000 പേരായി ഇപ്പോൾ കാണുന്നത്. അവരുടെ ഉള്ളിൽ പറയണ ഇപ്പോൾ ഡോക്ടർ പറയുന്നു 3 മാസമേ സർവ്വ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു. ഏലിയായോട് പറഞ്ഞ പോലെയാണ്. അഗ്നിക്ക് ശേഷം കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. അതിനുശേഷം പെരുമഴ പെയ്തു. പെരുമഴയിലും കർത്താവില്ലായിരുന്നു. പിന്നീട് ഒരു മൃദുസ്വരം ഞാൻ കേട്ടു. എന്നോട് ചോദിച്ചു, ഏലിയ വാട്ട് യു ആർ യു ഡൂയിങ് ഹിയർ? നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഈ തീഷ്ണതയാൽ ജ്വലിക്കണത് ദൈവത്തിന് അറിയാൻ പാടില്ലേ ഇവൻ തീഷ്ണതയാൽ ജ്വലിപ്പുള്ള ആളാണെന്ന്? പക്ഷേ എങ്കിലും അവൻ്റെ വായുന്നത് കേൾക്കാൻ ദൈവത്തിന് എന്നാ കൊതിയാണ്. ദൈവവേദലെ എന്നെ കേൾക്കുമ്പോൾ നീ ഇപ്പോൾ ദൈവത്തെയാണ് കേൾക്കണത്. എന്താ കാര്യം എന്ന് പറയും? ഞാൻ ദൈവമായത് കൊണ്ടല്ല, കർത്താവിൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ്. ദൈവവചനം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, അവർ ദേവന്മാരെന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളും ദേവന്മാരാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ദൈവവചനം ആരെ കേൾക്കുന്നുവോ, ആരെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അവർ ദൈവത്തിൻ്റെ സന്തതികളാണ്. കൈയടിച്ച് കർത്താവ് തണുപ്പിക്കും ഹൃദയം, മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും ഹൃദയം. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ. തേജസ്സേയും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. കൈകൾ നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻ മുഖവിൽ ഹൃദയത്തിനാനന്ദമേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനമെന്ന് പറയണത് ആന്തരിക ബോധ്യങ്ങളെ പരിശോധിക്കാനാണ്. മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യങ്ങൾ. ഇപ്പോൾ നീ ഒരു വെഞ്ചറിൽ ഇടപെട്ടിരിക്കുകയാണ്, ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിൻ്റെ കൂട്ടുകാരെല്ലാം നേരത്തെ പരീക്ഷ എഴുതി രാജ്യം വിട്ടുപോയി, നീ മാത്രം ഒറ്റപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്.
നീ ഇപ്പം നിൻ്റെ കല്യാണം നിൻ്റെ ബന്ധുക്കളും നിൻ്റെ പ്രായക്കാരെല്ലാം കല്യാണം കഴിച്ചു പോയി, ഓരോ വീട്ടിലുള്ള. നിൻ്റെ അമ്മ നിന്നെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നീ അമ്മയെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നിൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. അപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് കർത്താവ് ആന്തരിക ബോധ്യം തരും. എന്താണ്? നിൻ്റെ ജീവിത പങ്കാളി എൻ്റെ കയ്യിലുണ്ട്. ആന്തരിക ബോധ്യമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവികമായ കാര്യങ്ങളെ ആന്തരിക ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ എന്നോട് ഈശോ പണ്ട് പറയുമായിരുന്നു, നീ കടലിൽ പോകണം, കടലിൽ പോയി കുമ്പസാരിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഞാനിത് വല്ല അച്ഛമ്മയോട് പറഞ്ഞ ഓർക്കും ഈ മനുഷ്യന് ഇപ്പം തന്നെ ഭ്രാന്താണെന്ന് വിചാരിക്കും. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ കടലിൽ പോയി, 10 കൊല്ലം പോയി. കടലിൽ ബോട്ടുകാരെ വള്ളക്കാരൊക്കെ ബോട്ട് കടലിൽ വിളിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ ഈ കൊച്ചു വള്ളത്തിൽ ചെന്നിട്ട് ഈ ഏണി വെച്ച് വേറൊരു വലിയ വള്ളത്തിൽ കയറും, അല്ലെങ്കിൽ ബോട്ടിൽ കയറും. എന്നിട്ട് അവിടെ എല്ലാം ബോട്ടെല്ലാം വെഞ്ചരിച്ചിട്ട് ഞാൻ ചോദിക്കും, മാസങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവരുണ്ടെന്ന് പറയുകയാണെങ്കിൽ 1-2 പേരെ അവിടെ വെച്ച് കുമ്പസാരിപ്പിക്കാം. ഞാൻ ആരോടും പറഞ്ഞില്ലല്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതായത് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ പോലും സമ്മതിക്കത്തില്ല. കാര്യം എന്താ? കടൽ തെക്കൻ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടൽ കൂടുന്ന സമയമാണ് തെക്കൻ കടലെന്ന് പറയും. ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളിട്ടുണ്ട് അമ്മാനം ആടും, ചിലപ്പോഴീ കയറണ കയറ്റത്തിൽ പടത്തിൽ താഴെ വീഴും. പക്ഷേ അത്രയും വിഷയമുണ്ടെങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല. ആന്തരിക ബോധ്യം കിട്ടിയാൽ പറയരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യം. നീ അതിൽ ഉറച്ചു നിൽക്കണം. നീ ആന്തരിക ബോധ്യം കിട്ടാൻ ഇടനെഞ്ചിലൊന്ന് കൈവച്ചേ, നെറ്റിയിലും കൈവെക്കണം. കർത്താവായ ഈശോയെ, പുറപ്പാട് 33 14 പറയുന്ന പോലെ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ജീവിത മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആന്തരിക ബോധ്യമായി വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ജാഗ്രതയുടെ അഭിഷേകം നൽകണമേ. ബുദ്ധിയെയും മനസ്സിനെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ വചനങ്ങള് ദൈവത്തിന്റെ അടയാളങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷം 10:4 ഈശോ ഇത് പറയുന്നുണ്ട്. ആന്തരിക ബോധ്യം ലഭിച്ചവരെ ആരോടും സംസാരിക്കരുതെന്ന്. നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത്. ഏലിയായുടെ കാലത്ത് ഗഹാസിയോട് പറയുമായിരുന്നു, ശുനേംകാരുടെ മകൾ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഗഹാസിയോട് പറയും, ഗഹാസി ഈ വടി കൊണ്ടുപോയി നീ കുഞ്ഞിൻ്റെ മുഖത്ത് വെക്കണം. നീ ആരെയും അഭിവാദനം ചെയ്യരുത്, തിരിച്ച് അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യരുതെന്ന്. എന്താണ്? നിൻ്റെ ദൗത്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഇത് വല്ല വായി നോക്കികളോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പിശാച് അവരിലൂടെ ഈ സാധനം വെട്ടിക്കളയും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നീ ഇത് ഷെയർ ചെയ്യുക. ആന്തരിക ബോധ്യം കിട്ടിയാൽ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഡിൻസി ഷെയർ ചെയ്തില്ലല്ലോ, നാട്ടുകാരെല്ലാം പറഞ്ഞു എന്ത് മണ്ടത്തര കാണിക്കണേ. അപ്പോഴില്ല, വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് പറയും. വെള്ളത്തിൻ്റെ സ്വരം മാതാവ് കേൾപ്പിക്കുന്നതാണ്. എന്താ കാര്യം? ഇതിൽ നിന്ന് അവളെ പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. വെള്ളം അവിടെ ഇല്ലയോ എന്നുള്ളതെന്നല്ല പ്രശ്നം. അമ്മ ഈ വിശ്വാസിക്ക് ഈ കാറ്റിൽ കർത്താവില്ലാഞ്ഞു, അഗ്നിയിൽ കർത്താവില്ലാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വരം കേൾപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അവരെന്നാ കൃപാസനം മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചെല്ലുക, മാതാവിൻ്റെ രൂപം വെച്ച് വിശ്വാസപ്രമാണം ചെല്ലി ആ സമയത്ത് തന്നെ ആ രൂപം വെച്ച പാറയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരാൻ തുടങ്ങും. അതാണ് ഇന്നത്തെ സാക്ഷ്യം. ഇന്നിടാൻ പോകുന്നുണ്ടത്. കേട്ടേക്കണം. ഈ ഉടമ്പടിയുടെ രീതി എന്ന് പറയുന്നത് അതാണ് അച്ഛൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടും പേടിയോടും വളരെ പേടിൻ്റെ ആവശ്യമില്ലാത്ത പേടി വേണ്ട. പട്ടിണിയെ പേടിക്കണ പോലെയും പാമ്പിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ സ്നേഹം കൊണ്ടാണ് പേടിക്കേണ്ടത്. ദൈവം എൻ്റെ കഴിവിനേക്കാളും വിശുദ്ധിയേക്കാളും ഉപരി എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ. റെവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു ക്ഷുദ്രജീവിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ പേടിക്കണം, പക്ഷെ അത് റെവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് വേണ്ടത്. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങയോട് ആദരവും ബഹുമാനവും അങ്ങയുടെ സാന്നിധ്യത്തിലെ എന്റെ അയോഗ്യതയോർത്തുള്ള പശ്ചാത്താപവും എല്ലാം കൊണ്ട് എന്നെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന.
പാടിക്കൊണ്ട് ബേസിക്കായിട്ട് എൻ്റെ മക്കൾ ഉടമ്പടി എടുത്തവർ ചെയ്യേണ്ടത്, അച്ഛൻ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം. കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് ഇൻ്റർസെസറി അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ എന്ന് പറയത്തില്ല. ഉടമ്പടിയിൽ പ്രെയർ അല്ല വരുന്നത്, ക്ലെയിമാണ് വരുന്നത്. എന്താ കാര്യം? ഉടമ്പടി പ്രകാരം ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് കിട്ടുന്നത് എന്താണ്? അവകാശങ്ങളാണ് കിട്ടുന്നത്, അനുഗ്രഹങ്ങളല്ല. അതാണ് അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കേൾക്കാൻ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററാണ്, എന്നുവെച്ചാൽ ഉഭയകക്ഷി, രണ്ട് കക്ഷികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ബേറിത്തല്ലേ, ബേറിത്ത് എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. ഞാനും നീ ദൈവമായിട്ട് റിലേറ്റ് ചെയ്യാൻ. അമ്മയുടെ റോൾ എന്താണ്? മരിയൻ മീഡിയേഷനാണുള്ളത്. മീഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യണത് എന്താണ്? നോഹിനോട് ചെയ്ത ഉടമ്പടിയല്ല, എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയല്ല, മോസസിനോട് ചെയ്ത ഉടമ്പടിയല്ല. എന്താണ്? ഇത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പം എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തെങ്കിലും അതിന് എബ്രാഹത്തിന് മാധ്യസ്ഥനില്ലല്ലോ. ദൈവം ഒരു കക്ഷി, എബ്രാഹം ഒരു കക്ഷി, അതല്ലേ ഉള്ളൂ, മാധ്യസ്ഥനില്ല. അത് കാരണം അതിൻ്റെ അകത്ത് സാറായാണ് മാധ്യസ്ഥയായത്, പണിയായിപ്പോയി. സാറാ മധ്യസ്ഥം വെച്ച് പണിയായിപ്പോയല്ലേ. അവരല്ലേ പറഞ്ഞ് ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇസ്മയിൽ ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉടങ്കൊല്ലിയ മാധ്യസ്ഥന്മാരാണ് ഉണ്ടായത് എബ്രാഹത്തിനെ പറ്റി. അതുകൊണ്ടാണ് എബ്രാഹത്തിന് വർഷങ്ങളെടുത്തത് ഈ സംഭവം. വിശ്വസ്തത ആയിരുന്നെങ്കിലും സമയമെടുത്തു. ഇപ്പം എന്താ ഇതിന് സമയമെടുക്കാത്തതിനൊന്നും? മരിയൻ ഉടമ്പടി സമയമെടുക്കാത്തതിൻ്റെ കാരണം സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 മാതാവ് 10:8 സൂചി കാണിച്ചിട്ട് ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ സമയമാണ് ഒരു വിഷയം. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും, എനിക്കും നിനക്കും എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ ആകാത്ത സമയത്തെ ആക്കിയെടുക്കാൻ അമ്മയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ നോട്ടാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ഈശോ പറഞ്ഞ പോലെ ചെയ്യുക. നമ്മൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാമെന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയണം. നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ, ഈശോ പറഞ്ഞ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോഴും നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. ഗവൺമെൻറ് ആശുപത്രി രോഗികളുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധം സ്വന്തം അല്ലാത്ത രോഗികൾ പിന്നെ എവിടെയാണ് ഉള്ളത്? എല്ലാവരും ഇപ്പോൾ മകളെ പ്രസവിക്കണമെങ്കിൽ മകളുടെ പ്രസവമാകുമ്പോൾ തന്നെ വീട്ടുകാരും കെട്ടിയ വീട്ടുകാരും അങ്ങനെ നമ്മുടെ ഇടിയല്ലേ. എന്താണ്? അവർക്ക് ഏറ്റവും ടോപ്പ് ആശുപത്രി കൊണ്ടുപോകണം. എന്താ കാര്യം? ഞങ്ങൾക്ക് ആൻറ്റിമാരാണ് പ്രസവം ഉണ്ടാക്കണത്. എവിടെ പ്രസവിക്കണമെന്ന് ആൻറ്റി തീരുമാനിക്കും. അമ്മയും പോയി അപ്പനും പോയി. എന്താ കാര്യം? അവർക്ക് വരണം, അവർക്ക് അവിടെ ഇരിക്കണം. അവിടെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന രീതിയിൽ കൊണ്ട് നിന്നെ പ്രസവിപ്പിച്ചിട്ട് നിൻ്റെ കിഡ്നി അടിച്ച് മാറ്റി അതിൻ്റെ കാശും ബില്ലും ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ വീട്ടിൽ പോരും. ഓരോരുത്തരും എന്താ നമ്മളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ആൻറ്റി പറഞ്ഞത് നമ്മൾക്ക് വേണ്ടിയല്ല. അവർക്ക് അവിടെ വന്നിട്ട് റെസ്റ്റിംഗ് റൂം വേണം, ആന വേണം, കൂന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാശാര് കൊടുക്കത്തില്ല, നമ്മൾ അവർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർ അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കണത്. ഇത് ഉദ്ദേശിക്കണ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ബന്ധം സ്വന്തം അല്ലാത്ത ആൾക്കാരെ നീ പോയി കാണണം. കണ്ടിട്ട് അവർക്ക് ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം നീ പോകണം. ഒരു പുതിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കാര്യം ഒത്തിരി പേര് അവിടെ ബൈസ്റ്റാൻഡേഴ്സിന് പോലും ഭക്ഷണമില്ലാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയെ കുറിച്ച് പലപ്പോഴും ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പണ്ട് ഞാൻ എപ്പോഴും പോകുമായിരുന്നു മെഡിക്കൽ കോളേജിൽ. എനിക്ക് പോണത് തന്നെ ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ ഇടവകയിൽ ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ കിടക്കണമെന്ന് തന്നെ അപ്പം പോകും വെട്ടിയെടുത്ത്. എന്തിനാണ്? അവരുടെ കൂടെ നമുക്ക് 10-30 പേരെ കാണാൻ പറ്റും. രോഗികളെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാനും വിഷയം കേൾക്കാനും. ചിലപ്പോൾ ഒരു പ്രാർത്ഥന മതിയായിരിക്കും അവർ പോരാ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചാൽ നീ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മിഷൻ മൈൻഡ് ഉണ്ടാകണം. കർത്താവിന് നിന്നെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? നീ 60 കൊല്ലം 30 കൊല്ലമൊക്കെ ജീവിച്ചിട്ടേ എന്താണ് കർത്താവിനൊരു പ്രയോജനം ഉണ്ടായത്? ഒരു പ്രയോജനമില്ല. അതാണ് പ്രശ്നം. ആ ഒരു ഗ്യാപ്പാണ് ഉടമ്പടി ഫില്ല് ചെയ്യാൻ പറയണത്. എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. കപ്പാസിറ്റി എന്നറിയാമല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 10 കൊല്ലം കടലിൽ പോയി ജീവൻ പണയം കഴിച്ച് ആൾക്കാരൊക്കെ കപ്പാസിറ്റിയാണത്. അത് കർത്താവിന് വേണ്ടി ആ ജോലി ചെയ്തതിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാൻസർ പോസ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ കടലിൽ ജീവിതം പണയം വെച്ച് നിൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടി വന്ന കാര്യം നീ ഓർക്കണമെന്ന് ചോദിക്കും. അത് നമ്മുടെ കപ്പാസിറ്റി, ക്ലെയിമാണ് നമുക്കത്. പ്രേക്ഷിത പ്രവർത്തനമാണ് ക്ലെയിം, അല്ല അച്ഛനായതല്ല ക്ലെയിം. നമ്മൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്, കർത്താവിനെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്.
അതാണ് ക്ലെയിം എന്ന് പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഉടമ്പടി ക്ലെയിമുണ്ട്. എന്താണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്രം കൊണ്ടേ കൊടുക്കണം. ആര്? നിങ്ങൾ തന്നെ. ആരെ ഏൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ കൊടുക്കണം. എന്തിനാണ്? ഈശ്വരൻ അറിയാത്തവരെ അറിയാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. വെറുതെ കൊടുത്താൽ പോരാ. കർത്താവേ, ഈ പത്രം വായിക്കുന്നവർ, ഇത് മുഴുവൻ ഉടമ്പടി സാക്ഷ്യങ്ങളാണല്ലോ. 120 സാക്ഷ്യങ്ങളുണ്ട് ഉടമ്പടിയുടെ. ഏറ്റവും മേജർ സാക്ഷ്യങ്ങളാണ്. ഇത് കണ്ടവൻ തല കറങ്ങി വീഴും, കർത്താവിനെ തിരക്കി ഓടി വരും. അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ഞാൻ കൊടുക്കുന്ന സാക്ഷ്യപത്രം വായിക്കുന്നവരെ നിന്നെ അറിയുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും നിന്നിൽ നിന്ന് ആശ്വാസവും നേടുവാൻ ഇടയാക്കണമേ. എന്നെ സുവിശേഷത്തിന്റെ ഉപകരണവും സാക്ഷിയുമാക്കണമേ. എൻ്റെ മക്കൾ, ഇതിനകത്ത് കഴിവ് ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ വ്യക്തികൾ, ഞാൻ പറഞ്ഞ വ്യക്തികൾ അവരുടെ സാധ്യതകളെ രണ്ടാമത് പുനർസ്റ്റേറ്റ് ചെയ്യണം. അതായത് വ്യക്തികൾ, ഇപ്പം നിങ്ങൾക്ക് ഉള്ള കഴിവില്ലേ, ഇപ്പം നമ്മുടെ കഴിവനുസരിച്ചാണ് നമുക്ക് ദൈവമായി നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥന, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടക്കാരെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മുടെ ഇഷ്ടക്കാരൊക്കെ കിടപ്പുണ്ടാകും, ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഫ്രണ്ട്സൊക്കെ കിടപ്പുണ്ടാകും, അതല്ല പ്രശ്നം. അതുവരെ കാണണ്ടെന്നല്ല, അവരെ കണ്ടുകൊണ്ട് റിട്ടേൺസ് ഒന്നുമില്ല. എന്താ കാര്യം? അതെല്ലാം കടമയാണെന്ന് പറയും ഈശോ. നിങ്ങളെ ബന്ധു സ്വന്തം ആൾക്കാരൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അതൊക്കെ നിങ്ങളുടെ കടമയാണെന്ന് ഈശോ പറയും. കാര്യം നിങ്ങൾ അവളിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കൈപ്പറ്റി കാണുമല്ലോ. അതല്ല ഈശോ, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ല ഈശോ പറയണത്. പ്രതിഫലത്തിന് എന്താണ് അവകാശം എന്നൊക്കെ ഈശോ ചോദിക്കുന്നത് എന്താണ്? പ്രതിഫലത്തിന് അവകാശം വേണമെങ്കിൽ നമുക്ക് പ്രതിഫല ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് കപ്പാസിറ്റി കൂടുതൽ. ഇപ്പോൾ പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പറഞ്ഞോ, ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? ചിലർ പറയും പൗലോസിനാണെന്ന്, പക്ഷെ ഞാൻ പറയും പത്രോസിന് തന്നെയാണെന്ന് പറയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിനോട് ഈശോ പറഞ്ഞത് എന്താണ്? അനനിയാസ് പറയും, ഇവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന ആ പാർട്ടിയാണ്, ഇവൻ യെരുശലേമിൽ പോയി ക്രിസ്ത്യാനിയൊക്കെ കൊന്നേച്ച് നടക്കുന്ന സാവൂളാണ്, കൊലപാതകയാണെന്ന് പറയുമ്പോൾ നോ, ഈശോ അങ്ങനെയൊന്നുമില്ല. 9:15 നടപടി പുസ്തകത്തിൽ 9:15 ഇവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കണം, അവനെ ഇസ്രയേലിലും രാജാക്കന്മാരുടെ മുമ്പിലും അവൻ എനിക്ക് എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിരിക്കും എന്ന് പറയും. അവൻ വലിയ പ്രേക്ഷിത പ്രവർത്തകനായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കണം, എൻ്റെ നാമം. പക്ഷെ പത്രോസിനോട് പറയണത് അതല്ല പറയണത്. പത്രോസിനോട് പാത്രം എന്നല്ല പറയണത്, വിരിപ്പാണെന്നാണ് പറയണത്. അവൻ കേപ്പായിൽ അവന് കഫർനാമിൽ അവൻ്റെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ദർശനം കണ്ടിട്ട് ഒരു വിരിപ്പ്, ആകാശത്തുനിന്ന് 4 മൂലയ്ക്ക് പിടിച്ചിറക്കിയ ഒരു വിരിപ്പ് കാണുവന്. 15:15 നടപടി പുസ്തകത്തിൻ്റെ വിരിപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെ കണ്ടിട്ട് 10 ദിവസം ഞെട്ടിട്ട് പറയും, അഗ്ലി, എന്താ കഷ്ടമാണ്. അപ്പോൾ പറയും, ദൈവം പറയും, കൊന്ന് തിന്നടാന്ന് പറയും. ഞാൻ തിന്നത്തില്ല, ലോകത്തിലുള്ള വൃത്തികെട്ട സാധനം ഞാൻ കഴിക്കത്തില്ലെന്ന് നിനക്കറിയത്തില്ല, ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഞാൻ വിശുദ്ധീകരിച്ചതാണെന്ന് പറയും. അപ്പോൾ എന്താണ് അത്? വിരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൊർണേലിയസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പുറകെ വന്ന് കൊട്ടും. അപ്പോൾ തുറക്കുമ്പോൾ 2 പേര്, എന്താ? കൊർണേലിയസിന് എൻ്റെ വീട്ടിലോട്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. 10 ദിവസം ഒന്നും മിണ്ടാതെ പോവും. എന്താ കാര്യം? ഈ വിരിപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? കർത്താവ് ലോകം മുഴുവനും ഇവനെ ഏൽപ്പിച്ചിരിക്കുക. ലോകം മുഴുവനും 16:15 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകം മുഴുവനും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ ലോകത്തിലേക്ക് പൗലോസ് 4 സ്ഥലത്തേക്ക് പോയെങ്കിൽ 4 പ്രേക്ഷിത യാത്ര നടത്തിയെങ്കിൽ മറ്റുള്ള 11 ശിഷ്യന്മാരെ കൊണ്ട് ലോകം മുഴുവനും കൊണ്ട് വിടാൻ വേണ്ടിയുള്ള അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനായിട്ട് പത്രോസിനെ ഉയർത്തിയിരിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അപ്പം നടപടി 10:11 ആണ് ഈ വിരിപ്പെന്ന് പറയുന്നത്. ഞാൻ ഇത് ഇപ്പോൾ പറയാൻ കാര്യം എന്നറിയാം, ഇത് എനിക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നൊരു നോട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്. ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെ ഈശോ 3:30 4 മണിക്കോ സംസാരിച്ച വിഷയമാണ്. എന്തായി തരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ പത്രോസാണ് പൗലോസാണെന്ന് പറഞ്ഞാലും കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അപ്പോൾ ക്ലെയിം താനേ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ്. അതിൻ്റെ ബേസ്മെൻറ്റ് നമ്മുടെ കപ്പാസിറ്റിയാണ്. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മാത്രമേ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം, വിശ്വസ്തത കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രകടിപ്പിക്കണതിലൂടെയാണ്
പ്രവൃത്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനമാണ്, എന്തെങ്കിലും പ്രവർത്തനമല്ല. പഞ്ചായത്ത് പാലം ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുകയില്ലെങ്കിൽ ആ പാലം നിനക്ക് നേരെ നന്നാക്കിയിടാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണ്? നാമം വഹിക്കണം. അടുത്ത പ്രാവശ്യം ഇലക്ഷന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആയിരിക്കും, അപ്പം നിൻ്റെ നാമം മാത്രമായിരിക്കും അത്. എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിട്ട് അവൻ ഉയർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷിതൻ 9:15 നടപടി പുസ്തകത്തിൽ വഹിക്കേണ്ട നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് ക്ഷയമാണ്. ഇപ്പോൾ MD ഡോക്ടറാണ് നീ, അല്ലെങ്കിൽ നീ ഒരു ഓഫീസിൻ്റെ മെയിൻ ആളാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിലൊക്കെ. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുമ്പിൽ നീ എന്തുമാത്രം ഉന്നതനുള്ള ആ വ്യക്തിയാണെങ്കിൽ നീ കർത്താവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഔന്നത്യം പിന്നെയും വർദ്ധിക്കുകയുള്ളൂ, കുറയത്തില്ല. അതാണ് ഈശോ പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പറഞ്ഞേ, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. അപ്പോൾ എന്തൊരു ഉയർച്ചയാണ് വരണത്? എല്ലായിടത്തും തന്നെ ഏറ്റു പറയും. നിനക്ക് ഒരു പ്രൊമോഷൻ തായോ എന്നും പറഞ്ഞ് നീ ആരുടെടുത്തും കൈ നീട്ടി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ കൈ കൊണ്ടും തരൂ. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കണ്ടില്ലേ, ആ ചേച്ചിക്ക് പ്രൊമോഷൻ 60 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോകത്തില്ല. എന്താ? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. എന്താ കാര്യം? അവിടെ അമ്മ രോഗിയായിട്ട് വീട്ടിൽ കിടക്കണേ. അവർക്ക് പണ്ട് ഭർത്താവ് രോഗിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ ഒരു ലീനിയൻ്റ് കാണിച്ചു. എന്നിട്ട് ഗവൺമെൻറ് ഓഫീസർ വരെ പോകരുതെന്നല്ല എൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇവർക്ക് പോകാൻ പറ്റത്തില്ല, ഭർത്താവ് രോഗിയാണ്, അമ്മയും രോഗിയാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ശരി, നിങ്ങൾ ആ ഭർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരായിരുന്നത്, ഇപ്പോൾ ഭർത്താവ് മരിച്ചതിലേക്ക് പ്രശ്നമൊന്നുമില്ല, ക്ലെയിമൊന്നുമില്ല, മര്യാദക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. 60 കിലോമീറ്റർ അകലെ. അപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു, അമ്മേ 60 കിലോമീറ്റർ എങ്ങനെ പോകും, എൻ്റെ അമ്മ കിടക്കണ അവസ്ഥ കണ്ടില്ലേ എന്ന് പറയും. അപ്പോൾ ആന്തരിക ബോധ്യം കൊടുത്തു, നീ പോകത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് റിലീവിംഗ് ഓർഡർ സെൻഡ് ഓഫ് കൊടുത്തു അവർക്ക് കൊടുന്ന് പോകാൻ വേണ്ടി. അടുത്ത ഓഫീസിൽ ചെന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, മാഡം നിങ്ങളുടെ റിലീവിങ് നിങ്ങൾ ചാർജിൻ്റെ ഷീറ്റാണിത്, ഇത് നിങ്ങൾ കൈ ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. പക്ഷേ രാത്രി ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയി പ്രൊമോഷനായിട്ട് അതിൻ്റെ രാത്രി കൊണ്ട് ഓർഡർ ചെയ്യും. അതായത് എന്നിട്ട് അവർ സത്യം പറഞ്ഞ്, നിങ്ങളിത് കൈപ്പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഇൻസ്റ്റൻ്റായി പോകും, ഇത് കൈപ്പറ്റരുത്. നിങ്ങൾ ഓർഡർ കൊടുക്കുന്ന ഓഫീസർ തന്നെ പറയുകയാണ്, മാഡം ഇത് കൈപ്പറ്റരുതെന്ന് പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പ്രൊവിഷൻ രാത്രി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വെച്ച് സെക്രട്ടേറിയറ്റോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോകാം. എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മുകളിലേ സത്യസന്ധമായിരിക്കും. അല്ല നിങ്ങൾക്ക് വേഷം കെട്ട് കാണിക്കാൻ വേണ്ടി മറ്റുള്ള പറ്റിക്കാനും സർക്കാരിനെ പറ്റിക്കാനും അല്ല, മറിച്ച് സത്യസന്ധമാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അമ്മ അത് ഓണർ ചെയ്യും. പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങൾക്കൊരു ക്ലെയിം വേണ്ടേ? ചുമ്മാ ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വികാസ് പുനാൻ്റെ പെട്ടി കൊണ്ടുവന്ന് അപേക്ഷ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യണ പോലെ പോയിട്ട് തോന്നിവാസം ജീവിച്ചാൽ പറ്റുക. നിങ്ങളുടെ ക്ലെയിം വർദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം യേശു നാമത്തെ നിങ്ങൾ വഹിക്കണം. അതാണ് എൻ്റെ നാമം വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് ഒരു പ്രേക്ഷിതൻ, ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്ന വ്യക്തി 9:15 നടപടി പുസ്തകം അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് നാമം വഹിക്കണം. അവൻ്റെ നാമം വഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം കേൾക്കുക, അത് ജീവിക്കുക, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുക. അത് ആര് ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് കർത്താവിന് നാമം വഹിക്കേണ്ടത്. എന്താ കാര്യം? രോഗിക്ക് വല്ല മതമുണ്ടാ? ദാരിദ്ര്യം പിടിച്ച് വിഷമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വല്ല ജാതിയുണ്ടാ? എല്ലാം ആവശ്യക്കാർ മാത്രമേ ഉള്ളൂ. ആരാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആരാണ് ഞാൻ എന്ത് പറയുമ്പോൾ ആവശ്യക്കാരൻ ആരാണെന്നാണ് ഈശോ ചോദിച്ചത്. നിൻ്റെ മുമ്പിൽ കാണുന്ന ആവശ്യക്കാരൻ ആരാണ്? കാരണം കേരളത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ ആവശ്യക്കാരനല്ലല്ല, ഉടനെ ജാതി ചോദിക്കും, ഉടനെ മതം ചോദിക്കും. കർത്താവ് പറഞ്ഞു ജാതിയും മതവും എന്നല്ല ചോദിക്കേണ്ടത്, അവൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് പലപ്പോഴും, എന്താ നിങ്ങളുടെ വിഷയം എന്താണെന്ന് നോക്കത്തുള്ളൂ, വ്യക്തി ആരാണ് ഞങ്ങൾ നോക്കത്തില്ല. നിങ്ങളുടെ വിഷയം ഡ്രാസ്റ്റിക്കാണ്, നിങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റത്തില്ല, വിതിൻ നോ ടൈം ആണെങ്കിൽ എമർജൻസി ആയിട്ട് വിളിപ്പിച്ചിട്ട് നിങ്ങളെ ബസ് ചെയ്തിരിക്കും. ഉടമ്പടി പുതുക്കി എടുത്താൽ മാത്രം മതി, പുതുക്കണ പോലും ഇല്ല, അപ്പം തന്നെ വിളിപ്പിക്കും. പക്ഷേ രേഖ അവിടെ കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു വചനം കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് സുവിശേഷം. അതായത് 9:26. അതായത് ഒരുവൻ എന്നെക്കുറിച്ചോ പറഞ്ഞേ, എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും എന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇത് ലുക്കായുടെ സുവിശേഷം 9:26.
അതായത് മത്തായി 10:36 നമ്മൾ ആദ്യം വായിച്ചത് അല്ലേ? 32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. അതിൻ്റെ റിവേഴ്സ് വചനമുണ്ട്. എന്താണ്? എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും. ഇപ്പം കപ്പാസിറ്റി ബ്രോട്ട് അതായത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന് നാം വഹിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനാണ് ഇപ്പോൾ വസ്ത്രമില്ലാത്തവർ ഇന്നും ഉണ്ടോ നിങ്ങൾ ചോദിക്കും. വസ്ത്രം കൂടിയ ആൾക്കാർ ഇന്നും ഒത്തിരി ഉണ്ട്, പക്ഷേ വസ്ത്രമില്ലാത്തവരുണ്ട്. നിങ്ങൾക്കതൊരു ജോലിയായിട്ട് എടുക്കണം. അത് തിരക്കി പോകണം. എന്താ വെച്ചാൽ ഇപ്പോൾ ചിലരൊക്കെ വസ്ത്രം കൊണ്ട് ഇവിടെ തരും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിച്ച് പിന്നെ അവർക്ക് ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു മിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ചാരിറ്റി ഉടമ്പടി ചാരിറ്റി മിഷൻ. ഒരു ആംബുലൻസ് എടുത്തിട്ട് വീടുകളിൽ പോലും കയറി ഇറങ്ങി പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ആ കുടുംബങ്ങളിലൊക്കെ ചുറ്റുപാടൊക്കെ നോക്കി എടുത്തിട്ട് അവിടെ ചിലപ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങൾക്കൊക്കെ ശുശ്രൂഷ ചേരാൻ കേട്ടോ. ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾക്കും കൃപാസന അമ്മയുടെ കൂടെ ഉടമ്പടി ചേർന്നിട്ടേ ഉടമ്പടിയുടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളും പറഞ്ഞു കർത്താവ് 6 മാസം ഞങ്ങൾ ശുശ്രൂഷ ചെയ്തോളാം, ഇവിടെ വന്ന് നിന്ന് താമസിച്ച് ചെയ്യണം. എന്ത് ജോലി വേണം ചെയ്യാൻ മനസ്സുണ്ടാകണമെന്നേ ഉള്ളൂ. പ്രേക്ഷിതൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതാ. ഈശോയുടെ കൂടെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു. വിറക് വെട്ടിയ ആൾക്കാരുണ്ടായിരുന്നു, കല്ല് മാറ്റി കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലേ? സഖ്യപുസ്തകം മരത്തിൽ നിന്ന് പിടിച്ചിറക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അയാൾ തനത് ഇറങ്ങിയെന്നാണ് വിചാരിക്കണത്. ഇതുപോലെ ഓരോരുത്തർക്ക് പറ്റുന്ന ജോലി ശുശ്രൂഷയായിട്ട് ചെയ്യാൻ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. ഇതുപോലെ ഞങ്ങൾ ചാരിറ്റി മിഷനായിട്ട് ആൾക്കാരെ പറഞ്ഞ് കുടുംബങ്ങളിൽ വിടുമ്പോൾ പ്രാർത്ഥിച്ചു പോകാൻ കഴിയും. പ്രാർത്ഥനാവരം വേണം, അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കുടുംബമഹിതമേ എന്നൊക്കെ പറഞ്ഞ് തറവാടിത്വം പറഞ്ഞുകൊണ്ടിരിക്കും. തോമസ് ചെറിയാനെ തിരിച്ച് ജ്ഞാനസാരപ്പെടുത്തിയ ആൾക്കാർ ഒരു കേരളത്തിലുണ്ട്. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇതൊന്നും പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോജനദാസന്മാർ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രേക്ഷിത മനോഭാവം വന്നാൽ അവൻ അമർത്തി കുരുക്ക് നിറച്ചളഞ്ഞതിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം അവൻ ഒന്നും ബാക്കി വെക്കാതെ നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ മകനാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അതാണ് ഈ കാണുന്ന കുരിശെന്ന് പറയണത്. ഒരു കുറവിറച്ചിയായിട്ട് ഒരു ചാൻ തുണിയുടെ നദിയിലെ അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം ഭാഗിച്ച് വിധിച്ച് തന്നാലേ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് പറയണത് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടൊരു സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്നാണ്. ആ സമസ്തവും നൽകപ്പെടുന്നത് ഈ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെയാണ്. കൈയടിച്ച് കർത്താവ് സഭാവിനാശീർവാദമാണ് മക്കളെ. ഈ സമയം ഒരു സീരിയസ് ടൈമാണ് കേട്ടോ. നിങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശീർവാദം കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. ഇതുകൊണ്ട് കുറേ സാക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ത് വിഷയമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അമ്മ മാതാവ് ഈ സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അമ്മയോട് പറയാം, അമ്മേ ഈ വിഷയത്തിൻ്റെ മേലെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കണേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം, പിസ്റ്റുലുള്ളവർ അടിവേറ്റ് കൈവെക്കണം, കിഡ്നി രോഗമുള്ളവർ നടുവിൽ കൈവെക്കണം, കരളിന് രോഗമുള്ളവർ ബ്രസ്റ്റിന് താഴെ കൈവെക്കണം, അല്ലെങ്കിൽ നെഞ്ചിന് താഴെ കൈവെക്കണം, ഹാർട്ട് രോഗികൾ ഇടതുവശത്ത് കൈവെക്കണം, പ്രോസ്റ്റേറ്റ് രോഗികളും തൈറോയ്ഡ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം, പ്രഷർ രോഗികൾ തലയിൽ കൈവെക്കണം, ഇങ്ങനെ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം. ഇങ്ങനെ എവിടെയാണ് രോഗമുള്ളത് അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ്റെ ആശീർവാദ സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തും, ഞാൻ കർത്താവിന് സാക്ഷിയാകുമെന്നുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ശിരസ് നമിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ